കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഭഗവാൻ ഇന്ന് ഏത് രൂപത്തിലാണ് കളഭാലങ്കാരത്തിലൂടെ നമുക്ക് മുന്നിൽ പ്രത്യക്ഷമാവുന്നത് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജ, അതിൻ്റെയൊക്കെ ചെറിയൊരു തിരക്ക് ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം വയ്ക്കുക. ആ മഞ്ജുള വാരസ്യാരെയും അതേപോലെ വെങ്കല ഗരുഡ ശില്പവും കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ട് അങ്ങനെ വരുമ്പോൾ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കാളിയമർദ്ദന രൂപം കാണാം, വിളക്കൊക്കെ വെച്ചിട്ട്. പിന്നെ നേരെ നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ ആ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ല്, ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ, നടുക്കുള്ള ലക്ഷ്മി ദേവിയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്തേക്ക് നോക്കിയാൽ മേൽപ്പത്തൂരിൻ്റെ പീഠവും കെടാവിളക്കൊക്കെ കാണാം. വലത് വശത്ത് ആദ്യത്തെ തൂണ് നാരായണീ എഴുതുമ്പോൾ നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ പ്രകാശം. ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്, കാല് പിണച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉണ്ണിയാണ്, ചെറിയ ഉണ്ണി തന്നെ, വളരെ ചെറിയ ഉണ്ണിയാണ്. ആ വിഗ്രഹത്തിൻ്റെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അങ്ങനെ ആ കാൽപാദങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് മുകളിലേക്ക് നോക്കിയാൽ ചെറിയ പട്ടുകോണം കൊടുത്തിട്ടുണ്ട്. അരയിൽ അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. മുകളിലേക്ക് നോക്കിയാൽ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു മാങ്ങാ മാല ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, 2 കൈ കൊണ്ടും ആ പൊന്നോടക്കുഴൽ ഇങ്ങനെ, ചെറിയ പൊന്നോടക്കുഴൽ ഇങ്ങനെ വിളിക്കുകയാണ്. ചെറിയ ഉണ്ണിയാണ്, ചെറിയ പൊന്നോടക്കുഴലും ആ ചുണ്ടോട് ചേർത്ത് ഇങ്ങനെ വേണുഗാനം പൊഴിക്കുകയാണ്. നല്ല രസമാണ് കാണാൻ. ചെറിയ ഉണ്ണിയല്ലേ, വാരി എടുക്കാൻ തോന്നും. അങ്ങനെ തിരുനെറ്റിയിലേക്ക് നോക്കിയാൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ കാതിൽ ചെവിപ്പൂക്കളുണ്ട്. പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. അതേപോലെ തിരുമുടിമാല, 3 തിരുമുടിമാല ഉണ്ട്. വെളുത്ത പൂവിൻ്റെയും തെച്ചിയും കൂടി ഉള്ളതൊന്ന്, വെളുത്ത പൂവും തുളസിയും കൂടി ഉള്ളതൊന്ന്, അതേപോലെ തെച്ചിയും തുളസിയും കൂടി ഉള്ളതൊന്ന്. അങ്ങനെ പിന്നെ 2 ഉണ്ടമാലയും, അതും ഏകദേശം വെള്ളപ്പൂവ്, തെച്ചി, തുളസിയും കൂടി ചേർന്ന്. തുളസി താഴത്തേക്ക് ഇങ്ങനെ ഭഗവാന്റെ പാദത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ വരുന്ന പോലെ അങ്ങനത്തെ 2 മാലകളാണുള്ളത്. പിന്നെ മുകളിൽ വിധാനമായിട്ട് ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട തുളസിപ്പൂവ് ഇങ്ങനെ ധാരാളമുണ്ട്. ഒരു താമരമാലയുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. എല്ലാവരും നന്നായിട്ട് ആ ഗുരുവായൂരപ്പനെ, കണ്ണനെ, ഉണ്ണിക്കണ്ണനെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അപ്പോൾ അനുഗ്രഹം കിട്ടും. നമ്മളെന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ നടത്തി തരും ഭഗവാൻ. അതിനുശേഷം നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ആ ബലിക്കല്ലും ഭഗവാന്റെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് ചുവരിൻ്റെ മുകളിലത്തെ അല്ലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ സപ്തമാതാക്കളെ കണ്ട് തൊഴുത് ഗണേശൻ്റെ അടുത്തേക്ക് വരാം. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ കുറച്ചൊക്കെ തിരക്കുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് തൊഴാം. അങ്ങനെ നോക്കുമ്പോൾ കിരീടം വെച്ചിട്ടുണ്ട്. അതേപോലെ മുഖത്തൊക്കെ ചാർത്തിയിട്ടുണ്ട് ചന്ദനം. അതേപോലെ പാവുകൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. ധാരാളം മാലകളുണ്ട്. അർച്ചനപ്പൂക്കൾ ധാരാളമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക. സരസ്വതി ദേവിനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമേ സിദ്ധിർഭവതു മേ സദാ. പിന്നീട് അങ്ങനെ വന്ന് ആ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നീട് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് നേരെ ആ മേൽശാന്തിയുടെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനും കണ്ട് തൊഴാം. ആ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അതും കഴിഞ്ഞ് വരുമ്പോൾ ഭീഷ്മരെയൊക്കെ കണ്ട് പിന്നീട് വരുന്നത് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ, ഭാർഗവരാമനും ശ്രീരാമചന്ദ്രനും അതേപോലെ ബലരാമനും. ശ്രീരാമചന്ദ്രൻ്റെ അവിടെ നല്ല തുളസിമാല ഉണ്ട്, ബലരാമനും ചാർത്തിയിട്ടുണ്ട്. പിന്നെ കൃഷ്ണനെ കാണാം. അതേ കഴിഞ്ഞ ആ മുരുകനെ കണ്ട് തൊഴാം. പിന്നീട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒരു വെറ്റിലമാല ഉണ്ട്, ഒരു ലേശം കുങ്കുമമുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം.
ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വന്ന് നേരെ ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരവും താഴേക്ക് നോക്കിയാൽ ഭഗവാന്റെ മണിക്കിണറും അതേപോലെ ഭഗവാന്റെ നൃത്ത അറയും കെടാവൾക്കൊക്കെ കാണാം. അടുത്ത അറയിലെത്തിയ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ ഇങ്ങനെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്തു വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തും വാങ്ങി ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് അങ്ങനെ പോവാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ അമ്മയെ കാണാം. അമ്മേനെ കാണുമ്പോൾ ഇന്നിപ്പോൾ ഗോളകയാണ്, കിരീട അടക്കമുള്ള ഗോളക. അതേപോലെ നല്ലൊരു ചുവന്ന പട്ടുടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ തെച്ചിപ്പൂക്കൾ ധാരാളം വെച്ചിട്ടുണ്ട്. കുറച്ച് തുളസിയുണ്ട്. താഴത്ത് ധാരാളം പൂക്കളുണ്ട്, അർച്ചനപ്പൂക്കൾ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുതതിന് ശേഷം നേരെ വരുമ്പോൾ ആ കോർണർ എത്തിക്കഴിഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മൾ മനസ്സ് ആ മമ്മിയൂർ ക്ഷേത്രത്തിൽ പോയിട്ട് മമ്മിയൂരപ്പനെ കണ്ട് തൊഴുത പോലെയാവും. വീണ്ടും നമ്മൾ അവിടുന്ന് വന്ന് കൊടിമരത്തിൻ്റെ അവിടെ എത്തിയാൽ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ കാല് പിണച്ചു വെച്ച് ആ പൊന്നോടക്കോഴിൽ വിളിക്കുന്ന ചെറിയ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അങ്ങനെ ആ കൂത്തമ്പലത്തിൽ വരിക. അവിടെ ആ കെടാവിളക്ക് കാണാം, അതും കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമി അടുത്ത് വരിക, അയ്യപ്പസ്വാമിയെ കാണാം. അവിടെയും നല്ല രസമായിട്ടുള്ള അലങ്കാരങ്ങളുണ്ട് കേട്ടോ. അതിൽ വലിയ വലിയ മാലകൾ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ കിരീടം വെച്ചിട്ടുണ്ട്. നല്ലൊരു പാവുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു കറുത്ത കറുത്ത വട്ടിങ്ങനെ അരയിൽ ചുറ്റിയിട്ടുണ്ട്. ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അവിടെ നിന്ന് പ്രദർശനം ചെയ്ത് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദർശനം ചെയ്യുക. പ്രദർശനം ചെയ്യുമ്പോൾ നടുക്കിലേക്ക് നോക്കിയാൽ കാളിയമർദ്ദന രൂപിയെ കാണാം. അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ആ കാളിയമർദ്ദന രൂപിയുടെ അരയുടെ മേലേക്ക് അരയുടെ അത് പറ്റും വെള്ളമാണ്. പിന്നീട് അങ്ങനെ വന്ന് നേരെ നമ്മൾ നാരായണാലയത്തിൽ വന്ന് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് പിന്നെ ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നീട് തെക്കേ നടയിലേക്ക് എത്തിയിട്ട് കൂവളത്തെ ഒന്ന് പ്രദർശനം ചെയ്യുക. പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീ ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.